തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന ഹർജി ഓഗസ്റ്റ് 7 മാറ്റി. ചെങ്കൽപ്പെട്ട് കുടുംബ കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഇരുവരും ഹാജരാകാത്തതിനെ തുടർന്ന് കേസ് മാറ്റിവയ്ക്കുകയായിരുന്നു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാമെന്ന് ഇരുവരും അറിയിച്ചിരുന്നുവെങ്കിലും കോടതി അനുമതി നൽകിയിരുന്നില്ല. രണ്ടുപേരുടെയും ഇമെയിൽ വിലാസമടക്കം നൽകാൻ കോടതി ഇന്ന് ആവശ്യപ്പെട്ടു. നിശ്ചിത രൂപത്തിൽ വക്കാലത്ത് നൽകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി സംഗീതയുടെ അഭിഭാഷകനോട് ചോദിച്ചു. എന്തായാലും സമീപകാലത്ത് തമിഴ് സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലും ഏറെ ചർച്ചയായി മാറിയ ഒന്നായിരുന്നു നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയും ഭാര്യ സംഗീതയും വേർപിരിയുന്നു എന്ന വാർത്തകൾ. ദീർഘനാളത്തെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ സംഗീത കോടതിയിൽ ഡിവോഴ്സ് നോട്ടീസ് ഫയൽ ചെയ്തതായും വിജയ്ക്ക് മറ്റൊരു പ്രമുഖ നടിയുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നതായും വാർത്തകൾ പരന്നിരുന്നു. ഈ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. എന്നാൽ ഇപ്പോൾ ഇരുവരും തമ്മിലുള്ള ഭിന്നതകൾ അവസാനിപ്പിച്ച് വീണ്ടും ഒന്നിക്കാൻ പോകുന്നുവെന്ന പുതിയ അഭ്യൂഹങ്ങളാണ് തമിഴ് മാധ്യമങ്ങളിൽ നിറയുന്നത്. മക്കളുടെ ഭാവി മുൻനിർത്തി വിജയിന്റെ അമ്മ ശോഭ മുൻകൈ എടുത്ത് സംഗീതയുമായി സംസാരിച്ചുവെന്നും കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാൻ ധാരണയായെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിജയിന്റെ ജന്മദിനമായ ജൂൺ 22 സംഗീതയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഈ ഒന്നാകൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കുമെന്ന് പ്രചരണമുണ്ട്. കുടുംബാംഗങ്ങൾ ഇടപെട്ട് നടത്തിയ ഈ അനുരഞ്ജന വാർത്തകൾ പക്ഷേ ഇതുവരെ ആരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ ഈ വിവാദത്തിലേക്ക് പേര് വലിച്ചിഴക്കപ്പെട്ട നടി തൃഷ വിവാഹിതയായെന്ന തരത്തിലുള്ള മറ്റൊരു പ്രചരണവും സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. അടുത്തിടെ ഒരു പൊതുപരിപാടിക്കെത്തിയ തൃഷയുടെ കഴുത്തിൽ താലിമാലയും കൈകളിൽ എൻഗേജ്മെന്റ് മോതിരവും ഉണ്ടായിരുന്നുവെന്ന കണ്ടെത്തലോടെയാണ് ആരാധകർക്കിടയിൽ ചർച്ചകൾ കൊഴുത്തത്. തൃഷയുടെ രഹസ്യ വിവാഹം കഴിഞ്ഞോ എന്ന ചോദ്യവുമായി നിരവധി പേരാണ് രംഗത്ത് വന്നത്. എന്നാൽ ഈ വിവാഹ വാർത്തകൾ തള്ളി തൃഷയുടെ ആരാധകർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ തൃഷയുടെ പുതിയ ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലിയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് ആരാധകരുടെ വിശദീകരണം. താരം ധരിച്ചിരിക്കുന്നത് താലിയല്ലെന്നും ഒരു പ്രത്യേക ഡിസൈനിലുള്ള ലോക്കറ്റ് മാത്രമാണെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിലും ഈ ചിത്രങ്ങളും അനുബന്ധമായ ഊഹാപോഹങ്ങളും ഇൻസ്റ്റാഗ്രാമിലും എക്സിലും വലിയ തോതിൽ വൈറലായി കഴിഞ്ഞു. മാനസിക പീഡനം, അവിഹിത ബന്ധം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് വിജയ്ക്കെതിരെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. 2021 മുതൽ വിജയ്ക്ക് ഒരു സഹനടിയുമായി ബന്ധമുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് സംഗീത ഹർജിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവാഹമോചനത്തിന് പുറമെ ജീവനാംശവും നീലാങ്കരയിലുള്ള വസതിയിൽ താമസിക്കാനുള്ള അവകാശവുമാണ് സംഗീത ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണ ചടങ്ങുകളിലും മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സത്യപ്രതിജ്ഞാ ചടങ്ങിലും സംഗീതയും മക്കളും പങ്കെടുത്തിരുന്നില്ല. നടി തൃഷയുമായി വിജയ് അടുപ്പത്തിലാണെന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചതും വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീർന്നു. അതേസമയം രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം വിജയ് നായകനാകുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. വിജയിന്റെ പുതിയ ചിത്രമായ ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട ആരാധകർ വലിയ കാത്തിരിപ്പിലാണെങ്കിലും സിനിമയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചിത്രത്തിന്റെ റിലീസ് തീയതിയോ മറ്റ് അണിയറ വിശേഷങ്ങളോ അറിയാനായി സിനിമാ പ്രേമികൾ ഇപ്പോഴും കാത്തിരിപ്പ് തുടരുകയാണ്.